അസ്സലാമലൈക്കും. അച്ചസ്റ്റമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. പനി, തൊണ്ടവേദന, തലവേദന. 3-4 ദിവസമായി തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ചെറുതായിട്ട് പനിക്കുകയും തൊണ്ടവേദനയൊക്കെ ആയിട്ടുള്ളൊരു ദിവസം. എനിക്കിവിടെ അസുഖമായി കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം പിന്നെ നമ്മൾ എളുപ്പപ്പണിയായിട്ട് എന്താ ചെയ്യുക, വേഗം ഒരു കഞ്ഞി അങ്ങ് ഉണ്ടാക്കി വെക്കും. കഞ്ഞിയാണെങ്കിൽ ഈ വായിക്ക് കയ്പൊക്കെ ഉള്ള സമയത്ത് കുടിക്കാൻ വലിയ താല്പര്യമൊന്നും അതും ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് നല്ല എളുപ്പത്തിൽ വായിക്ക് രുചിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. റൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പണി ഉണ്ടാവില്ലേന്ന്. പക്ഷേ ഇല്ല, ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ആ റൈസ് ഉണ്ടാക്കാം. രസം റൈസ് പനിക്കും കോൾഡിനും കഫിനെല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം സിമ്പിളാണ്, വേഗം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, വാ. അപ്പോൾ ഈ രസം റൈസ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ നമ്മൾ മഞ്ഞപ്പരിപ്പ് ഉണ്ടല്ലോ, അതും കുരുമുളകും നല്ല ജീരകവും 2 വറ്റൽമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇവ മിക്സി ജാറിലിട്ടിട്ട് ചെറുതായി ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പേസ്റ്റും ആക്കരുത്, പിന്നെ തീരെ അരയാതിരിക്കുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ അതൊന്നങ്ങ് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ചേർത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി കനം കുറച്ച് കഴിഞ്ഞതും മല്ലിയിലും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം രസത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് രസത്തിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു അളവിലും കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം. കാരണം ഇത് നല്ലോണം വെന്തിട്ടാണ് ഈ ഒരു റൈസ് വേണ്ടത്. കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള റൈസും പിന്നെ ചുവന്ന പരിപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലെമൺ സൈസിൽ പുളി പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളവും ചേർത്ത് നല്ലോണം ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. റൈസ് വെന്ത് വന്നതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ്, നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. എന്നിട്ട് ആ ഒരു നെയ്യും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്താൽ മതിയേ. അപ്പോഴേക്കും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് പപ്പടമൊക്കെ പൊരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ ഒരു റൈസ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ അച്ചാറോ പപ്പടമോ വേറെ കറികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു റൈസ് അങ്ങനെ തന്നെ കഴിക്കാൻ. പപ്പടം തരാം, വെയിറ്റ്. നല്ല സോഫ്റ്റ് റൈസാട്ടാ, നല്ലൊരു പഞ്ഞി പോലെ വയൽട്ടെല്ലാം അലിഞ്ഞു പോകുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂപ്പർ കേട്ടോ. നമുക്ക് അസുഖയിലുള്ളവർ എന്നും ഒരു കഞ്ഞിയെല്ലാം കുടിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പനിയുടെ വായ്ക്ക് രുചിയില്ലായ്മയും അതൊന്നും അറിയേയില്ല. നല്ല ടേസ്റ്റുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് പിടിക്കുമോ എന്ന് സംശയം. കുറച്ച് സ്പൈസിയാണ്. സൂപ്പർ സ്പൈസി മീൻസ് കുരുമുളകിൻ്റെ ആ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ 2 വറ്റൽമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ എരിവാവേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്പടമോ ഈ അച്ചാറോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറും ഇത് മാത്രം നമുക്ക് തിന്നാൻ പറ്റുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജമലുവിന് കൊടുത്തു നോക്കട്ടെ. ജമലു, കം ഹിയർ. പപ്പട ഇതാ പിടി, ബിഗ് തരേ, വെയിറ്റ്. ടേസ്റ്റ് നോക്ക്. സിറ്റ്, വെയിറ്റ്. ഗുഡ്, സൂപ്പർ. സ്പൈസി ഉണ്ടാ? കുറച്ച് സ്പൈസി ഉണ്ടല്ലേ. സൂപ്പർ കേട്ടാ. അപ്പോൾ പനിയുള്ളവരെന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ഇത് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. നല്ല വെയിലാ, വെള്ളമില്ല. ചൂട് കുറഞ്ഞിട്ട് ഈവനിങ്ങിൽ ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള വെയിൽ. രാവിലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അതാ വരുന്നു. കോയിന് ഇറക്കിക്കില്ലേ? ഇറക്കിക്കോ. എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഇറങ്ങിക്കില്ല. ബുക്ക് കിട്ടീനാ? ആർട്ട് മറന്നോയാ?
മറന്നതല്ല, വെയിറ്റ് കൂടുതലായോണ്ട് അവിടെ വെച്ചതേനു. മാത്ത് ബുക്ക് മാത്ത് മാം പറഞ്ഞത് വോളിയം 1 2 അങ്ങനത്തെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ മാത്ത് ന്യൂ ബൈ ചെയ്യണോ, ഹിന്ദിയോ അറബിക്കും എല്ലാം ന്യൂ ബൈ ചെയ്യണമെന്നാ വീണ്ടും കൊണ്ട് കൊടുക്ക. ടേസ്റ്റ് നോക്കസി എങ്ങനെയുണ്ട്? ഉപ്പുണ്ട്, ഉപ്പ് കുറച്ച് കൂടുതലാ, കുറച്ചാ. പിന്നെ ബന്ധുക്കുണ്ട്, വേപ്പിച്ചതായിരുന്നു. പനിക്കാരുടെ ഫുഡായത്. പക്ഷെ എനിക്ക് പനിയില്ല കപ്സി. അങ്ങനെ എന്താ പ്രശ്നം ജമ്മു? എന്താ പ്രശ്നം? എന്താ ഇതാരാ? ജമ്മുവിനെ കാണാൻ വന്നതാ? എന്താ നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നേക്കേ? ജംബിതോ 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 1 2 3 4 5. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ ജനുവിനും ആയിഷക്കും മദ്രസ ഉണ്ട്. മദ്രസിന് എക്സാമും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ആയിഷ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വാങ്ങണമെന്ന് പുതിയത്. അപ്പം മഫ്തലാലിൽ അവരെയും ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ മഫ്തലാലിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഈ ടൈമിലെല്ലാം നല്ല തിരക്കായിരിക്കും, എന്നാലും കുറച്ച് തിരക്ക് കുറയാ രാവിലെയാണ്. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു തിരക്കില്ലെങ്കിൽ. അങ്ങനെ ബുക്സ് കിട്ടി, അതും മുഴുവനൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും ഉണ്ട് ഒരു 3-4 വരാൻ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ പ്രശ്നമെല്ലായതുകൊണ്ട് ഇപ്പം വരുന്നില്ല. അത് വന്നാൽ പറയാമെന്നാണ് വന്നത്. ഇതിന് മാത്രം ഇപ്പം എത്രയായത്? 175 ഇന്നായി. ഇന്നലെ 306 റിയാലായി. അന്ന് യൂണിഫോം എല്ലാം എടുത്തന്ന് 317. ഇത് മുഴുവൻ വാങ്ങാണ്ട് തന്നെ ഇങ്ങനെ ഓരോ വരുത്തിനും 300 100 എല്ലാം ആകുന്നുണ്ട്. അപ്പോൾ അതാ ആസി ആസി കഫ്റ്റീരിയല്ലേ? ഒരു ഇത് നിങ്ങൾ വായിക്കങ്ങൾ ചായ തലവേദനയാണ്. നല്ല കടിയൊന്നും വേണമെന്നില്ല, എനിക്ക് തലവേദനയാണ്. ഒരു ചായ പോയി വാങ്ങിട്ട് വരാം. എന്താ സ്നാക്സ് വേണോ? സ്നാക്സ് ജമലു ഉറങ്ങുന്നല്ലേ? ഓക്കെ എന്തെങ്കിലും ജമലൂന് എന്തൊക്കെ വാങ്ങിക്കോ? എനക്ക് വേണ്ട, എനക്ക് ചായ മതിയാ. തലവേദനയാണ്, തൊണ്ടവേദനയാണ്. പിന്നെ ജമലൂന് എന്തെങ്കിലും വാങ്ങിക്കോ, ഓള് ഉറങ്ങുന്ന. ചായ ഉണ്ടാക്കണം. അങ്ങനെ നല്ല സ്ട്രോങ് ടീ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ മഫ്തലാലിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ബാംഗിൾ സെല്ലറിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. നമ്മൾ ഇസ്കാവ റവാബിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു ബാംഗിൾ സെല്ലർ. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് നമ്മളെ കറുത്ത കുപ്പിവള ഉണ്ടല്ലോ, പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരം വാങ്ങിയിടുന്ന ഒരു വളകളായിരുന്നു ആ ഒരു കറുത്ത കുപ്പിവള. അപ്പോൾ ആ ഒരു വള വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. ഇതാണല്ലോ ഇപ്പോൾ എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആയിട്ടുള്ളത്, കാശ്മീരി ബാംഗിൾ. നല്ല രസമുണ്ട് കേട്ടോ, പല വെറൈറ്റി കളറിലുള്ളതും ഉണ്ട് ഇവിടെ. ഈ ഒരു ബാംഗിൾസ് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും നമുക്ക്. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ നമ്മളെ ഇസ്ഗാവയിലുള്ള ബാംഗിൾ സെല്ലറിന് നല്ല നീല വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുപ്പി വളയല്ലേ, ഒരു പ്ലാസ്റ്റിക് പോലത്തെ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ ഒരു കുപ്പി വള കണ്ടിട്ട് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇനിയിപ്പം ബാംഗിൾ സെല്ലറിൽ പോയാൽ എന്തായാലും ആ ഒരു കറുത്ത കുപ്പി വള വാങ്ങണമെന്ന്. അപ്പോഴാണ് ഈ മഫത്തലാലെ ബുക്സിന് വന്നപ്പോഴേ ഇവിടെ ഒരു ബാംഗിൾ സെല്ലർ ഉണ്ടല്ലോ എന്ന് ഓർമ്മയായത്. ഇവിടെ ആ ഒരു ഇസ്ഗാവയിലുള്ളതിലും കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ബാംഗിൾസിന് നല്ല പല വെറൈറ്റി ടൈപ്പിലുള്ളതും ഉണ്ട്. ഈ ഒരു ഓറഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ല വലിയ പെരുന്നാക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി വാങ്ങി വെച്ചാൽ കുപ്പിവളയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മളിപ്പോൾ കബോർഡ്സിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ മക്കളൊക്കെ എന്തെങ്കിലും തിരയുന്ന സമയത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നീല ചെറിയ പെരുന്നാക്ക് വാങ്ങിയത് തന്നെ അത് കുപ്പിവളയല്ല, പ്ലാസ്റ്റിക് പോലത്തെ ഒരു വളയാണ്. എന്നിട്ടും അതിൽ നിന്ന് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ കുപ്പിവള എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കറുത്ത കുപ്പിവള വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഡെയിലി ഇടാറുണ്ടായിരുന്നു. എന്നിട്ട് ഓരോന്നോരോന്ന് പൊട്ടി അങ്ങ് തീരാറാണ്. അപ്പോൾ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് പുതിയായിട്ട് വാങ്ങിക്കാൻ വന്നതാണ്. എനിക്ക് നീല കുപ്പിവളകളോട് ഭയങ്കര ഇഷ്ടമാണ്. കുപ്പിവള എന്നല്ല, ഈ കരിനീല കളർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നല്ല ഭംഗിയില്ല ഇത് പക്ഷേ കുറച്ച് ലൂസായിരുന്നു. ഇതിന്റെ ചെറുതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് തന്നെ എടുക്കാന്ന്. കാരണം ഓൾറെഡി ഞാൻ ബ്ലാക്കും മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇത് ഓരോന്ന് കണ്ടപ്പോൾ ഇട്ട് നോക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓരോന്നും കൈക്ക് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് തന്നെയാണ് ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വളകളൊക്കെ കണ്ടിട്ട് ഓരോന്നും കൈക്കിടുന്ന സമയത്തൊക്കെ എനിക്ക് ആ തലവേദനയും തൊണ്ടവേദനയൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടാ.
അസുഖമായാലേ അസുഖമാണെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിൽ വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് അസുഖം ഫീൽ ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആക്റ്റീവ് ആവില്ലേ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ചതായിരുന്നു ഈ 3 കളറും. പക്ഷെ ഞാൻ പിന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. റെയിൻ കമ്മിങ്. അംബ്രല വേണോ? അംബ്രല റൂമിലുണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഒരു അംബ്രല കണ്ടിട്ട് അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ ആളാണ് ഇപ്പോൾ കൂളായിട്ട് പള്ളിയിൽ നിന്ന് എനിക്ക് ഖുർആൻ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ എടുത്ത് തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി നിസ്കരിച്ച് ഇനിയിപ്പം തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ ആയിഷാനെയും ജനുവിനെയും മദ്രസയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും ഒരു 7 o'clock ആയിട്ടുണ്ടായിരുന്നു. ഷൂട്ട് പോയിട്ട് വെയിറ്റ് ഉമ്മി വരട്ടെ. ഓക്കെ ഗോ. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച് ഇനിയിപ്പോൾ ജനുവിനെ ആയിഷാനും പോയിട്ട് കൂട്ടട്ടെ. 7 മണിയായി. 7 മണിക്ക് ക്ലോസ് ചെയ്യേ. ഓടരുതേ. കാം. ഇനിയിപ്പോൾ ഇവലെ കൂട്ടല്ലല്ല മദ്രസന്ന് ഇവരല്ല മക്കളെ കൂട്ട ജനു ആയിഷാനെ കൂട്ടാ. പിന്നെ പോകുമ്പോ ആ റൊട്ടി വാങ്ങണേ. കറി അങ്ങണ്ട് എനിക്ക് കഴിയല്ല. എനക്കെന്റെ രസം റൈസ് ഉണ്ട് നല്ല. ഞാനത് ചൂടാക്കി റൊട്ടി വാങ്ങിക്കോ. കറി അങ്ങണ്ട് ചിക്കൻ കറി ഉണ്ട്. ഫസ്റ്റ് മക്കളെയും കൂട്ടുമോ? യെസ്. ഇതങ്ങെടുത്തോ ആയിഷ മണി ഇതാ. റൊട്ടി വാങ്ങിയാ? ഈ ഒരു ഷോപ്പിന്ന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഷോപ്പാട്ടാ. ഇവിടെ ഭയങ്കര ക്യൂ ആ. ഇപ്പം തിരക്ക് കുറവുണ്ട്. അങ്ങനെ റൊട്ടി വാങ്ങി ഇനിയിപ്പോൾ റൂമിൽ പോവാ, കഴിക്കുക, ടൈം ടേബിൾ എടുത്ത് വെക്കണം, കിടന്നുറങ്ങണം, രാവിലേക്കുള്ളത് ആക്കണം. കുറേ പണിയുണ്ട്. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിക്കില്ല, ടൈം ലേറ്റായി. ഇപ്പം ഇൻഷാ അല്ലാഹ് നാളെ പോവാം. ഞാൻ ആ രസത്തിൻ്റെ റൈസും പിന്നെ ചൂടുള്ള ടീയെല്ലാം കുടിച്ചേരെ കുറച്ച് കുറവുണ്ട്. തലവേദന കുറച്ച് കുറഞ്ഞു. ഇനിയിപ്പോൾ ചുക്ക് കാപ്പി കാച്ചി കുടിക്കണം. അതും കഴിഞ്ഞ് കിടന്നിറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.